പുഴുങ്ങല്ലേരി ആ ഇന്ന് ഇത്രയും അരിയും കൊണ്ട് ഞാൻ ചോറുണ്ടാക്കാമോ. ഇത് നമ്മുടെ റേഷനരിയാണ് കേട്ടോ. അപ്പോൾ റേഷനരി കണ്ടോ, ഇത് നമുക്ക് കഴുകിയിട്ട് ഉണക്കാൻ വേണ്ടിയിട്ടാണ്. കുട്ടികൾക്ക് സ്കൂളില്ലാതിരിക്കല്ലേ, അപ്പോൾ അവർക്ക് രാവിലെ പലഹാരം വേണ്ടേ. ഇപ്പോൾ ദിവസം എൻ്റെ അമ്മല്ലേ എന്താ മക്കൾക്ക് കൊടുക്കണേ, ഉപ്മാവ്, എന്താ കൊടുക്കണേ, പുട്ട്. അപ്പോൾ നൂൽപുട്ടുണ്ടാക്കി കൂടെ, നൂൽപുട്ടുണ്ടാക്കാൻ എളുപ്പമല്ല എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അമ്മ അറിയണേ ദിവസം കുട്ടികൾക്ക് പലഹാരം കൊടുത്തില്ലെങ്കിൽ അമ്മയ്ക്ക് ദേഷ്യം വരികടി, വിളിച്ച അമ്മ ചീത്ത അറിയും. എന്താ നിങ്ങൾ കുട്ടികൾക്കൊന്നും ഉണ്ടാക്കി കൊടുക്കാത്തത്? പച്ചരി ഉണ്ടായിരുന്നില്ല, ഇതും പച്ചരിയും പാടെ അതൊക്കെ ഇതാക്കാം. ഇതാണ്ടോ ഈ അരി നോക്കിയൊക്കെ നല്ല അരി കണ്ടോ, നല്ല അരിയാണ് കേട്ടോ, നല്ല ചന്തണ്ട് കാണാൻ. ഇപ്പോൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരിയൊക്കെ നല്ല ചന്തള്ള അരിയാണ്. അപ്പോൾ അതാ ഇത്ര മതി കേട്ടോ. നമുക്കിത് പൊടിപ്പിക്കാനേ പുഴുങ്ങല്ലരിയും പച്ചരിയും പാടെ കൂട്ടിയിട്ട് പൊടിപ്പിച്ച് കഴിഞ്ഞു വെച്ചാൽ നൂൽപുട്ടിനും അതേപോലെ എന്താ രണ്ട് ഭാഗമായിട്ട് പൊടിപ്പിക്കുക. ഒന്ന് നൂൽപുട്ടിനായിട്ടും പൊടിപ്പിക്കണം, നൈസായിട്ട് ഒന്ന് പുട്ടിനായിട്ടും പൊടിപ്പിക്കണം. അങ്ങനെ പൊടിപ്പിക്കുകയാണ് പറഞ്ഞു വെച്ചാൽ ഞാൻ ഇവിടെ വെള്ളം നിറച്ച് വെച്ചേക്കാം. ഗോതമ്പും ഉണ്ട് കേട്ടോ, ഗോതമ്പ് ആകെ അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ ഗോതമ്പ് പൊടി വാങ്ങുക. ഇനി എന്താ ചോറധികം ഇല്ലെങ്കിലും ഇവർക്ക് പലഹാരം എന്തെങ്കിലും ഉണ്ടാക്കിയ അടേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാൽ നല്ല ഇഷ്ടമാണ്. ഞാൻ 2 ദിവസത്തേക്ക് അരി അരയ്ക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചു. അരി അരച്ച് വെച്ചാൽ നാളെയും മറ്റന്നാളും അങ്ങനെ പോകുമല്ലോ. അപ്പം ഇത് നമുക്ക് പൊടിക്കുകയും ചെയ്യാമല്ലോ അല്ലേ ഏട്ടാ. പച്ചരി വാങ്ങിയതാണ് ഇപ്പോൾ, പച്ചരിയും കൂടിയും കൂട്ടണ്ടേ. ഞാൻ വിചാരിച്ചു ഇത് മാത്രമാണ് ചെയ്യുന്നത്. അല്ല, ഇതിങ്ങനെ നല്ല പൊടിപ്പിച്ചിട്ടില്ലേ, നമ്മൾ ഉഴുന്നും ഉലുവയും പാടെ അരച്ച് കൂട്ടിയിട്ട് ദോശ ഇഡ്ഡലി ഉണ്ടാക്കാനും നല്ലതാണ് കേട്ടോ. അങ്ങനെയും ചെയ്യാറുണ്ട്, എളുപ്പമാണ്. ഗ്രൈൻഡറൊക്കെ കേടുവരുന്ന സമയത്ത് ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പലഹാരം വേണ്ടേ. അപ്പം അതിന് വേണ്ടിയിട്ട് അരി ഗോതമ്പൊക്കെ പൊടിക്കാനേ കഴുകുക. ഇന്നലെ 5 കിലോ പച്ചരി വാങ്ങിയതാട്ടോ. നമ്മളിപ്പോൾ 2-3 പ്രാവശ്യമായിട്ട് ഇപ്പോൾ പച്ചരി വാങ്ങലുണ്ട് കേട്ടാ. 5 കിലോ പച്ചരി ഇത്ര? ഞാൻ എന്താ 8 നാഴി അരിയോളം വെള്ളത്തിലിട്ടേ ഇതൊപ്പം പൊടിക്കാണ്. ഒപ്പം കഴുകിയിട്ട് ഒപ്പം ഉണക്കി പൊടിക്കാനാ, അടക്കം പൊടിക്കാൻ. ഇതത്ര തന്നെ 10 കിലോ ഉണ്ടാവും. എന്തിനാ മനസ്സിലായോ? അത് കഴുകിയിട്ട് പൊടിക്കാൻ. ഇത് കഴുകിയിട്ട് പൊടിക്കാൻ ഇപ്പം മനസ്സിലായി. എന്താട്ടാ കഴുകിയിട്ട് പൊടിക്കാൻ, അല്ലാണ്ട് എന്തിനാ പറയാ, മനസ്സിലായിട്ടില്ല. ഇപ്പം ശരിയായില്ലേ. ഇനി ആകെ എന്തായാലും 1 കിലോ അരി മാത്രമേ വെച്ചിട്ടുള്ളൂ കേട്ടോ. ഇത് ശരിക്കും രണ്ടും പാടെ കൂടിയിട്ട് 10 കിലോ ഉണ്ടാവും. 10 കിലോ ഉണ്ടാവുമോ? 10 മേലെ ഉണ്ടാവുമോ? 10ൻ്റെ മേലെ ഉണ്ടാവും കണ്ടോ. ഇത് നമുക്ക് കഴുകാനേ വെള്ളം കൊണ്ടിട്ടെ. ഇതൊക്കെ എന്താ നമ്മൾ ചെയ്ത് അവൾക്ക് വയ്ക്കണ്ടാവില്ല. എനിക്കേ ആദ്യം വെള്ളം വേണ്ടത്. കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ സാധനങ്ങൾ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കൊക്കോ പൗഡർ കൊണ്ടുവന്നിട്ടുണ്ട്, വാനില എസൻസ്, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, എന്താ എല്ലാം ഇന്നലെ പോയിട്ട് വാങ്ങിട്ട് എല്ലാ പ്രാവശ്യം. അതെന്താ എന്താ അത്? കേക്ക് ഉണ്ടാക്കാൻ സുകന്യ മുഖത്ത് തേക്കുന്ന ക്രീം വാങ്ങിയിട്ടാണ്. അടുത്ത സാധനം അവള് മുഖത്ത് തേച്ച് സുന്ദരിയാവട്ടെ, അല്ലെങ്കിൽ സുകന്യ സുന്ദരിയല്ലേ. പൊന്നസിന് മുഖത്തേക്കാൻ വേണ്ടി വാങ്ങിയതാ. ഈ തേച്ച് കൊടുക്കണ്ട, കഴുകി പോട്ട് മുഖത്ത് കൂടെ നാക്കണ്ട. ഇതെന്താ വെള്ളത്തിന്റെ കളറ്? കരിക്കിരിമള്ളം അങ്ങനെ തന്നെയല്ലേ. മാറ് 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 മാറാൻ പറയട്ടെ. കുഞ്ഞുണ്ണി മാറ്. ഇതാ എല്ലാവരും എത്തിയപ്പോഴേക്ക് എല്ലാവരും എത്തി. അത് അതിൽ നല്ല കുറച്ച് അത്തുണ്ട്. കുഞ്ഞുണ്ണിയെ എന്താ കാട്ടണം നീ? എന്താണ് ഏട്ടാ? ഇങ്ങോട്ട് മാറിക്കടാ.
എന്താ ഇത് തേച്ച ഇനി സുകന്യനെ പിടിച്ച കിട്ടില്ല. എന്താ പിന്നെ ഒരുപാട് തേച്ചിട്ടുണ്ട്. അല്ല ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നല്ലേ ഈ സാധനം. ഈ സാധനം ആദ്യമായിട്ടോ. വേറെ പ്രശ്നം. അത് പറയുമ്പോ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. ഇന്നാളെ ഇവളൊരു ക്രീം വാങ്ങിട്ടോ. ആ ക്രീം വാങ്ങി തേച്ചിട്ടാണ് അവളുടെ മുഖത്ത് മൊത്തം കുരു വന്നത്. കണ്ടോ? ഇനി ഈ ക്രീം തേച്ചിട്ട് ഇനി മുഖത്ത് എന്താണോ പോവാൻ വേണ്ടിട്ടില്ലാണതേ അല്ലേ? ഇത് ആ ഉണ്ടായ പാട് പോവാൻ വേണ്ടിട്ടില്ലാണത്. കുരു അതിനെ പറഞ്ഞു ആ കുരു പോവാനുള്ളതാണ്. അപ്പൊ അതന്നെ പറയുന്നതേ. വേണ്ട 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 വേണ്ട. എന്തേ ഇനി ഒരാഴ്ച കൂടി കഴിഞ്ഞു കഴിഞ്ഞുള്ള അവസ്ഥ എന്തായിരിക്കും? എന്തേ സുകന്യനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഫ്ലാഷ് അടിക്കും. അടുത്തുവാ അടുത്തുവാ അല്ല ഫ്ലാഷ് ഫോണിന് ഫ്ലാഷ് അടിക്കുമ്പോ എന്താ കുഞ്ഞുണ്ണി നീ കാണിക്കുന്നത്? ഇപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും എന്തും നിങ്ങൾ ആരും സ്വാഗതം പറയാത്ത. ഇതിലൊന്നും ഈ കൂട്ടത്തിൽപ്പെട്ടവരല്ല. നിങ്ങളൊന്നും ഈ കൂട്ടത്തിൽ പെട്ടവരല്ലേ? ആ ചെറിയൊരു ഫോൺ. നമുക്കിനി വലിയ ഫോൺ വാങ്ങാം ഈ വീട് അല്ലേ? ലുലുവിന് മാത്രമല്ല വലിയ ഫോണ്. കൊള്ളില്ല. വേറൊരു ഞാനെന്ന് കേക്ക് ഉണ്ടാക്കിയിട്ടില്ലേ, ഇവരെടുക്ക എല്ലാവർക്കും കൊടുക്കും. ഞാൻ വീഡിയോ ഇവിടെ നിർത്തിയിട്ട് വേണം കേക്ക് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടാണ്. അപ്പൊ നാളെ ഉണ്ടാക്കിയ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ലേ? എന്ത് ഗോതമ്പോ കുറിഞ്ചാത്തിന് എന്ത് ടേസ്റ്റ് ഉണ്ടാക്കണം കുഞ്ഞ? എന്താ ടേസ്റ്റ് ഉണ്ടാക്കുന്നത് പറ. കുഞ്ഞിനെ ഇന്ന് കുറിഞ്ചാത്തിനെ പിടിക്കുന്ന ടേസ്റ്റ് നോക്കട്ടെ എന്ന് പറയുന്നത്. കുഞ്ഞാ നമ്മള് കേക്ക് ഉണ്ടാക്കിയത് എങ്ങനെ ഉണ്ടായിരുന്നു നാള് കറുത്ത കളറിലെ കേക്ക് ഉണ്ടാക്കിയത് എങ്ങനെ ഉണ്ടായിരുന്നു കുഞ്ഞാ? എന്തായാലും പറയാം. എന്താ ബിസ്ക്കറ്റിന്റെ പേരെന്താണ്? ഓറിയോ ബിസ്ക്കറ്റ്. ഇഷ്ടായില്ല കുഞ്ഞാ? കുഞ്ഞിനൊന്നും ഇഷ്ടായില്ല. സൂപ്പറായി. എനിക്കെന്റെ കുഞ്ഞുണ്ണിണ്ട്. ഇവിടുന്ന് വരുന്ന പണിക്കാരൻ തിരക്കിലാണ് അല്ലേ? അമ്മ ഉണ്ടാക്കൂട്ടോ കേക്ക്. പക്ഷെ ഇപ്പൊ അമ്മൂനില്ലേ ഭയങ്കര മടിയായി. ഇപ്പൊ 10ാം ക്ലാസ് ആയപ്പോ അമ്മൂട്ടിക്ക് സമയല്ല. അമ്മൂട്ടി ഉണ്ടാക്കി വീഡിയോക്ക് ഒന്നുമില്ല. കേക്ക് ഉണ്ടാക്കി അമ്മൂട്ടി. അമ്മ ഉണ്ടാക്കി. അവളെ അമ്മായി വരാൻ കാത്തിക്ക് അത്ര മുടി മുറിക്കാൻ. അവളുടെ അമ്മായി വന്നിട്ട് മുടി മുറിക്കണം. വേണ്ട അച്ഛനും ചാച്ചനും മുടി വെട്ടില്ല. ഇതാ എന്റെ അമ്മക്കുട്ടി മുഖത്താണോ വെച്ചാൽ ഒരു പൗഡർ ഇടില്ല കേട്ടോ. പിന്നെ പൊട്ട് ഇടുക വെച്ചാൽ കാണേയില്ല അവളുടെ പൊട്ട്. പിന്നെ വൈകുന്നേരത്ത് വന്നു കഴിഞ്ഞു വെച്ചാൽ ഞാൻ പറയുക അമ്മൂനോട്, അമ്മു മുഖമൊക്കെ നല്ല കഴുകിയിട്ട് രാത്രി കുറച്ച് മഞ്ഞൾ തേക്കുന്നു. എൻ്റെ കുട്ടിയില്ലേ ആ സംഭവം ഒന്നും അവള് ചെയ്യില്ല. കടലമാവ് തേക്കാൻ പറഞ്ഞാലോ ഇവിടെ കറ്റാർവാഴല്ലേ അത് പറ്റില്ല. എന്താ കുഞ്ഞുണ്ണി ഇത് ചെയ്യട്ടെ? അവര് അരിയില് കളിക്കാന്. എണ്ണ കാച്ചി തരാം. വെള്ളം വലിഞ്ഞു പോവാനേ എണ്ണ കാച്ചി തരാം. അമ്മമ്മ വരുന്നുണ്ട്. ഇത്ര അമ്മമ്മ വരുമ്പോ അമ്മമ്മയുടെ അടുത്ത് കാച്ചി തരാം. എന്നാലും അമ്മമ്മ എണ്ണ കാച്ചിയ മുടി ഉണ്ടാവും. എന്താ നോക്ക് എത്ര വേഗം ഇത് ചെയ്ത്. ടാങ്ക് ആഹാ നല്ല വെയിലുണ്ട് കേട്ടോ. ഒന്ന് വേഗം ചൂടായാൽ മതി. നാളെ ഇല്ല എന്ന് തന്നെ പൊടിക്കണം. കളിക്കട്ടെ വെള്ളത്തിലല്ലേ.
അച്ചു എന്താ അതാ പുറത്ത് അച്ചു ഒരു അരിമണി കളയാൻ പാടില്ല ചുട്ടി ചിലപ്പോ പുട്ടിന് നൂൽപുട്ടിന് മാത്രല്ല കേട്ടോ, നല്ല ഉഴുന്ന് അരച്ച് ഉഴുന്നും കുറച്ച് ചോറും പാടെ അരച്ച് കഴിഞ്ഞ് വെച്ചാൽ നമുക്ക് എന്താ ഇഡ്ഡലി ഉണ്ടാക്കാനും അടിപൊളിയാണ്. വേഗം പണിയും കഴിയല്ലോ, ഉഴുന്നും മാത്രം അരച്ചാൽ മതിയല്ലോ. കുറച്ച് കഴിഞ്ഞിട്ട് കൊണ്ടുപോയില്ലേ അത്? നല്ല വെയിലിൻ്റെ ചൂടുണ്ട്. ഞാൻ എടുക്കാം. സൂര്യന് വാഴ മുറിക്കാൻ പോണ കേട്ടാ. ഏട്ടെങ്ങനെ പോലെ പിന്നെന്താ ഇനി സുഖല്ലേ നമുക്ക് എന്താ ഇത് കൂടെ കൊണ്ടുവന്നിടാനേ. അതാ ഞങ്ങൾ ആദ്യം അവിടെയാണ് കേട്ടോ, ഈ ഷോവാൻ്റെ ഫ്രണ്ട് വശല്ലേ അതിലാണ് കേട്ടോ ചെയ്തിരുന്നത്. എന്താ മുളകും മല്ലിയൊക്കെ ഉണക്കാൻ. ഇപ്പോൾ അതിനെക്കാട്ടിലും കണ്ടോ കാണുമ്പോൾ അതാണ് കണ്ടിങ്ങനെ ഇതാവണം. നല്ല വെയിലുണ്ട്, പക്ഷെ നല്ല കാറ്റുണ്ട്. എന്താ അച്ചിരിക്കുന്നത് അല്ലേ? അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സുഖമില്ലേ, ഈർക്കട്ടെ, ഒരു സമാധാനം, ഒരു സന്തോഷം. നിന്റെ മകൻ വന്നിട്ട് ഏട്ടാ ഓ കിട്ടുമോന്ന് എനിക്കറിയില്ല. പോന്നേ അതാ തൂങ്ങണോടെ. ആ അതാ ഏട്ടൻ പറഞ്ഞത്. എനിക്ക് കണ്ണ് മങ്ങണ പോലെ ഉണ്ട്. എവിടെ? അതാ അത് കേടുവന്നാണ്. അതാ മുകളില്, അതിന്റെ മുകളില് അതാ ഇതിലുണ്ട്. ആ പച്ചപ്പുളി ഉപ്പും കൂട്ടിയിട്ട് കഴിക്കാന് നല്ല ടേസ്റ്റ് അല്ലേ? ദാ കിട്ടി കുഞ്ഞു. ഏയ് അതാ പച്ചപ്പുളി അല്ല ഇട്ടത്, പുളി. ആ പഴുത്തത്. അപ്പൊ വെറുതെ ഇല്ല കേട്ടോ കുഞ്ഞു. ആ പുളി നല്ലതാ നോക്ക് മുത്തേ. എന്താ? ഓ പോരു പോരു വാ. നല്ല പുളിപ്പ്. അതാ വാടലയില് ബാ. എന്തൊരു പുളിപ്പാ. പൊന്നൂന് കിട്ടിയോ പുളി? കിട്ടിയോ? ദാ തിന്നടോക്ക്. എങ്ങനെ തിന്നാ? നാവൊക്കെ എന്തിനാ പുറത്തേക്കുന്നു? നാവ് എന്തിനാ പുറത്തേക്കുന്നു? പോവാ നടക്ക്. ഇതാണ്ടേട്ടാ പുളിയൊക്കെ ഇതാ ഈ ഭാഗത്തുണ്ട്. അപ്പൊ പച്ചപ്പുളിക്ക് എന്താ ആൾക്കാർക്ക് മേമയ്ക്ക് ഒരു കഷ്ണം കൊടുക്കും. അതാ കുഞ്ഞിന്റെ പുളി കൊടുക്ക്. പോവാ. ദാ ഇതിലുള്ള വെള്ളമൊക്കെ കളഞ്ഞോട്ടോ. ഇല്ലെങ്കിൽ എന്താണെന്നറിയോ, ഇപ്പൊ പൊന്നു വരുന്നത് അറിയണില്ലേ. 2 വാതിലും ഇവിടെ അടച്ചിട്ടാലും ഇതാണ്ടോ. വെള്ളം പോയി അമ്മാന്ന് എന്താ ചെയ്യാ? വെള്ളത്തിൽ കളിക്കാൻ വേണ്ടി വരുന്ന ആ വെള്ളം തൂത്ത് കളഞ്ഞില്ലെങ്കിലേ ഒഴിവാക്കിയില്ലെങ്കിൽ ചിലപ്പോ പുലിവാലാവും. ശരിയാ. ബക്കറ്റിലൊക്കെ ശരിക്കും മുങ്ങാനുള്ള വെള്ളം ഉണ്ടായി. അതിന്റെ ചെമ്പേറ്റ് കയറി കൂടി അറിയും കൂടി. രണ്ടാവില് ശരിക്കും അവൻ നിന്ന് കഴിഞ്ഞാൽ മൂടാനുള്ള വെള്ളമുണ്ട്. പേടി നമ്മളെ പോവാ നമുക്ക്. പാപ്പാ വായ പോവാ. ഇനി താഴത്തേക്ക് ഇറങ്ങാ. ഇവിടെ നിൽക്കണ്ടാരും നിൽക്ക. പോവാ. പൊന്നൂസിന് എടുത്താ ഞാൻ മുമ്പിൽ പോവാണേ. പിന്നെന്താ? അതിന് ഇത് നിലം ചൂടായിട്ടിരിക്കല്ലേ. എന്താ എത്ര വേഗം വരച്ചിട്ടാ. സ്വിമ്മിംഗ് പൂൾ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയല്ലേ? സുകന്യ അവർക്ക് കേക്ക് ഉണ്ടാക്കണത്രേ. മൈദയൊക്കെ ചെലിക്കണം. മുട്ടയില് മൈദ അങ്ങനെ ഇടുക. മതി. അമ്മ ഉണ്ടാക്കാൻ നോക്കണം കേട്ടോ. അമ്മ ഉണ്ടാക്കട്ടെ. അമ്മു മുട്ട കളയരുത് കേട്ടോ. നാശാക്കരുത്. ഞാൻ പറഞ്ഞ രീതിയിൽ ഉണ്ടാക്കാം. സാധനങ്ങൾ ഫുൾ ആയിട്ടില്ല. നീ എന്താ ഞാന് പഴം വെച്ചിട്ട് കേക്ക് ഉണ്ടാക്കാം. പഴം എത്തിയിട്ടില്ല. പഴം എത്തിയിട്ടില്ല. അമ്മ പച്ചക്കായ കൊണ്ട് ഉണ്ടാക്കാൻ നിക്കണ്.
അവളത് പതപ്പിച്ച് തരാന്ന്. ഓ ഇനി പതപ്പിക്കട്ടെ. ഇത് വീഡിയോ എടുക്കില്ല കേട്ടോ. എന്താ കേക്ക് ഉണ്ടാക്കുന്നത് കാരണം എന്താണെന്നറിയോ, നമ്മൾ ആദ്യമായിട്ട് പരീക്ഷിച്ച് നോക്കുകയാണ്. എന്താ അതിൽ ഇന്ന് അമ്മുട്ടി ഉണ്ടാക്കാന്ന് പറഞ്ഞപ്പോ ശരി ഒക്കെ പറഞ്ഞു കൊടുത്താൽ മതിയല്ലോ, അവൾ ഉണ്ടാക്കും. ഇന്നിപ്പോ ഒരു ആവേശം കയറിയിരിക്കുകയാണ് കേട്ടോ അമ്മൂന്. പരീക്ഷയൊക്കെ കഴിഞ്ഞു, സ്കൂള് 10 ദിവസം പൂട്ടി. എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ. എന്താ പറഞ്ഞു പഠിക്കാനാ. ആ തുണി അങ്ങോട്ട് എടുത്ത് മാറ്റി വെക്കും. മൊത്തേ എന്താണ് ഓടി കളിക്കുന്നത്? അതെ, ഇപ്പൊ ലാസ്റ്റ് ഒരു വഴിയിലേക്ക് പച്ചമുളക് ഉള്ളി അരിയ, അതില് പഞ്ചസാര ഇട്ടോ. പഞ്ചാര പൊട്ടുണ്ട. ഇപ്പൊ കേക്ക് ഉണ്ടാക്കണോ? വലിയച്ഛൻ്റെ അടുത്ത് പഴം വാങ്ങിട്ട് വരാൻ പറ. ഏട്ടാ പഴം വാങ്ങിട്ട് വരുന്നു. ശരി. എന്താ വലിയച്ഛന്റെ കൂടെ പുറത്തേക്ക് പോകാനുള്ള ഒരു സന്തോഷം. ഇവന്റെ അരി പൊടിക്കാൻ പോകുമ്പോ വാങ്ങാം. അപ്പൊ എപ്പോഴുണ്ടാക്കണ്ടേ? അരി പൊടിക്കാൻ പോവാ. കുറച്ച് കഴിഞ്ഞിട്ടല്ലേ പോണേ? ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട്. ചായ കുടി കഴിഞ്ഞിട്ട് പോകണ്ടോ? സുവിനെ ചായ. മുട്ട ബിരിയാണി ഉണ്ടാക്കിയാലോ? വേഗം ട്രൗസർ ഒന്ന് അയച്ചു കൊടുക്കുക. ട്രൗസർ 5 മിനിറ്റ് ഇടാൻ പാടില്ല അവിടെ. ഇപ്പൊ എത്രാമത്തെ ട്രൗസറാണോ ദൈവം തമ്പുരാൻ അറിയാം. തൈര് കട സാധനം അവിടെ ഇല്ല, ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ വീട്ടിലുണ്ടായിരുന്നാണ്, കേട് വരുത്തി. പൊന്നൂസം എടുത്ത് കളിക്കാൻ അത് 2 ആക്കിയിട്ട്. അതേപോലെ നല്ലൊരു ഓടക്കോലുണ്ടായിരുന്നത് കാണാല്ലാണ്ട് ഇപ്പൊ നൂതണം പറഞ്ഞു കഴിഞ്ഞാ എവിടെ? ഓ 10 ടച്ച് അമ്മു. അതേല്ലോ ഏട്ടാ, അതാ ഓടക്കോലിന്റെ കോലം നോക്ക്. ഇതിന്റെ കോലം നോക്ക്, കറു. ഇത് ആദ്യത്തെ വീഡിയോയിലൊക്കെ കണ്ടറിയാം ഈ കുഴലിന്റെ. അതിന് കട്ട് ചെയ്യാം, 2 തലയും കട്ട് ചെയ്യാം. മിഷൻ കൊണ്ടുവരും. പറ്റുമോ? അതിന് മിഷൻ കൊണ്ടുവരുമ്പോൾ കട്ട് ചെയ്യുന്നു. അങ്ങനെ ചെയ്യണേ. നോക്ക്, ഇത് എത്ര വർഷം പഴക്കമുള്ളതാണ് ഒരു സാധനന്നറിയോ? എന്റെ വീഡിയോയില് വായ വിളിച്ചു നോക്കപ്പോ കേക്കാ വെച്ചിട്ട് അല്ല, ഇനി എന്തൊക്കെ പണിയുണ്ട് ഏട്ടാ. ഇതെന്താന്നറിയോ, നമ്മള് മുടി എത്ര നീളം വരുത്തണം? എത്ര നീളം വരുത്തണതിന് മുടി? അത്ര നീളം മതിയോ? കുഞ്ഞന്റെ മുടിയോ? കുഞ്ഞൻ മുടി മുറിക്കില്ല അത്രേ. ഇവരൊക്കെ ഇപ്പൊ കാട്ടാളെ ലുക്കാവാനോ? ഏട്ടാ അവന്റെ അത്ര ഇത്ര മുടിയാക്കിട്ട് എത്ര മുടി മുറിക്കുള്ളൂ? കിച്ചുവിന്റെ മുടി ഇപ്പൊ തന്നെ എത്രയും നോക്കിയൊക്കെ ഇനി അവന് നീളം വരുത്തണ്ടേ? എന്താ പക്ഷെ സ്കൂള് പൂട്ടിക്കല്ലേ ഏട്ടാ മുടി വെട്ടണം കേട്ടോ. കോഴികൾക്ക് തിന്നാൻ കൊടുക്കാന്. കോഴിക്ക് തീറ്റ കൊടുക്കണം, കാൽസ്യാണ്. മുട്ടയുടെ തോടും കളയണ്ട, കോഴിക്ക് കൊടുക്കും. അപ്പൊ നമുക്ക് വീഡിയോ നിർത്തേട്ടാ. എന്താ വീഡിയോ നിർത്തുക പറയുന്നില്ലേ? അരി പൊടിക്കാനും പോണം. ഞാൻ കേക്ക് ഉണ്ടാക്കട്ടെ കേട്ടോ. കേക്ക് ഉണ്ടാക്കുമ്പോ ബാക്കിയൊക്കെ അമ്മ ചെയ്തു തരുമല്ലോ, അപ്പൊ ഞാൻ ഉണ്ടാക്കി കൊടുത്താൽ മതിയല്ലോ. ഉണ്ടാക്കിയിട്ട് ചിലപ്പോ പാളിച്ച് എന്ന് പറഞ്ഞ ഇവരെല്ലാരും പാടെ തിന്നും. ഏതില്? ഇനി അതിൽ നല്ല പഴം അരച്ച് കൂട്ടുക. അരച്ച് കൂട്ടിയിട്ട് മൈദപ്പൊടി, അതേപോലെ കൊക്കോ പൗഡറും ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ ഒക്കെ ഉണ്ടാക്കി നോക്കട്ടെ എന്താ സംഭവം അറിയാം. ഉണ്ടാക്കി നോക്കിട്ട് ഏട്ടാ നന്നായിട്ടുണ്ട് പറഞ്ഞു വെച്ചാല് നമ്മള് നാളെ ഒരു വീഡിയോ ഇടാം ലേട്ടാ. അപ്പൊ എന്താ ഇതൊക്കെ ഉണ്ടാക്കട്ടെ. എന്ത് നന്നായിട്ടുണ്ടെങ്കിൽ നാളെ കേക്കിന്റെ അയ്യോ കേക്ക് കടയിൽ നിന്ന് വാങ്ങി കഴിക്കുന്ന വീഡിയോ ഇടാം. അത് നമ്മളൊന്നും നേരെ പോവും. നമ്മള് എന്താ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇങ്ങനെ പഠിക്കണതല്ലേ. ഓ മിക്സിയിൽ അടിച്ചാലും പറഞ്ഞു കിട്ടും. അപ്പൊ ഞാൻ മിക്സിയിൽ അടിക്കാൻ പറഞ്ഞപ്പോൾ സമ്മതിച്ചില്ല കേട്ടോ. അമ്മൂന് ആ പുതിയ സാധനം കൊണ്ടുവന്നിട്ടില്ലേ, അതുകൊണ്ട് ഇങ്ങനെ ആക്കാനൊരു ആവേശം കയറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വീഡിയോ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.